ഹജ്ജ് കർമ്മങ്ങളുടെ ഇന്ന് ആരംഭിക്കും. തീർത്ഥാടകർ മിനായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ ഇന്നലെ രാത്രി മുതൽ തന്നെ മിനായിലേക്ക് പുറപ്പെട്ടു. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. തീർത്ഥാടകരെല്ലാം തമ്പുകളുടെ നഗരമായ മീനായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരിൽ ഭൂരിഭാഗവും അസീസിയയിലാണ്, മക്കയിലെ അസീസിയയിലാണ് താമസം. ഇവർ ഏതാണ്ട് 6-7 കിലോമീറ്റർ അകലെയുള്ള മീനായിലേക്ക് ബസ് മാർഗം ഹജ്ജ് സർവീസ് ഏജൻസി ഏർപ്പെടുത്തിയ ബസ്സുകളിലാണ് മീനായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി എല്ലാ തീർത്ഥാടകരും മീനായിൽ എത്തിച്ചേരും എന്നാണ് കരുതുന്നത്. ഏതാനും ചില തീർത്ഥാടകർ എന്നോടൊപ്പം ചേരുകയാണ്. മലയാളികളായ എന്ത് പറയുന്നു? ഞങ്ങൾ വിത്തൗട്ട് മൊഹറായിട്ട് നമ്മുടെ CCL എത്തിയതാണ്. ഞങ്ങൾക്ക് അന്നേ മുതൽ KMCCയുടെ സഹായം കിട്ടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ മീനായിലേക്ക് ഞങ്ങൾ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും കൂടി ദുആ ചെയ്യണം. പിന്നെന്താ, ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാം ഞങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാം ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സമയം വരെ ഞങ്ങൾക്ക് എല്ലാം അവർ തന്നിട്ടുണ്ട്. അള്ളാഹു അവർക്ക് അതിനുള്ള പ്രതിഫലം നൽകുമാറാകട്ടെ. ഏതായാലും തീർത്ഥാടകരെല്ലാം ഓരോ പ്രതീക്ഷയിലാണ്, സന്തോഷത്തിലാണ്. ഇവരെ തീർത്ഥാടകർ, മലയാളി തീർത്ഥാടകർ ഇവിടെ ഇറങ്ങിയത് മുതൽ അവർക്ക് മികച്ച സേവനമാണ് മലയാളി സന്നദ്ധ പ്രവർത്തകരെല്ലാം ചെയ്യുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുമോൻ കാക്കി KMCCയുടെ സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റാണ്. അദ്ദേഹം ഈ സർവീസുകൾക്കൊക്കെ നേതൃത്വം നൽകുകയാണ് അല്ലേ? അൽഹംദുലില്ലാഹ്, നമ്മൾ ആദ്യ ഹാജി ഈ പരിശുദ്ധ മക്കയിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ സേവനത്തിലാണ്. നാളെ മുതൽ നമ്മുടെ സേവനം മിനയിലും അറഫയിലും നമ്മുടെ വളണ്ടിയർമാർ ഇൻഷാ അല്ലാഹ് പോയിക്കൊണ്ടിരിക്കും. ഹാജിമാരൊക്കെ വളരെ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ വിത്തൗട്ട് മുഹറമിൽ വന്ന ഹാജിമാർക്ക് അവർ കൂടെ ആണുങ്ങളൊന്നും ഇല്ലാതെ ഒന്നാണെങ്കിലും അവർക്കൊരു പ്രയാസവും ഇതുവരെ നേരിട്ടിട്ടില്ല. അവരൊക്കെ എല്ലാവരും പ്രതീക്ഷ നമ്മളെ പോലുള്ള സന്നദ്ധ സംഘടനകളിലാണ്. എല്ലാ സംഘടനകളുടെയും സന്നദ്ധ സേവകർ നമ്മുടെ അസീസിയയിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലൊക്കെ സേവനത്തിൽ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്ന് മഹറം ഇല്ലാതെ, അതായത് പുരുഷന്മാരുടെ തുണയല്ലാതെ നിരവധി സ്ത്രീകൾ ഹജ്ജിനെത്തിയിട്ടുണ്ട്. ഇവർക്ക് താമസിക്കാൻ പ്രത്യേക കെട്ടിടങ്ങളും യാത്ര ചെയ്യാൻ പ്രത്യേക ബസ്സുകളും എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം ഇത്തവണ ഹജ്ജ് കമ്മിറ്റി കീഴിൽ 16,000-ഓളം തീർത്ഥാടകരാണ് ഹജ്ജിനെത്തിയിരിക്കുന്നത്. ഇതിൽ 2,600-ലധികം തീർത്ഥാടകർ ഇങ്ങനെ മഹറം ഇല്ലാതെ ഹജ്ജ് നിർവഹിക്കുന്ന സ്ത്രീകളാണ്. മക്കയിലും മീനയിലും അറഫയിലും മുസ്ദലിഫയിലുമായി 5 മുതൽ 6 ദിവസം നീണ്ടു നിൽക്കുന്ന കർമ്മങ്ങളാണ്. ഹജ്ജ് എല്ലാം കഴിഞ്ഞ് തിങ്കളാഴ്ചയോടെ തീർത്ഥാടകരെല്ലാം ഈ മക്കയിൽ തിരിച്ചെത്തും. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.